നമ്മളിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതൊരു കൂട്ടുകാരനാകാം, കൂട്ടുകാരിയാകാം, സ്നേഹബന്ധങ്ങളാകാം. നമ്മളിത് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപാണ്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായി കിടന്നുറങ്ങുകയും ചെയ്യാം. നിങ്ങളെപ്പോഴാണോ ഫ്രീ സമയം ആ സമയത്ത് ഇത് ചെയ്യാം. രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഏതൊരു വ്യക്തിയാണോ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ആ ഒരു വ്യക്തി പിണക്കമെല്ലാം മാറി നമ്മളെ വാട്സാപ്പിലൂടെ കോൾ ചെയ്യണം, അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഒരു കോൾ അദ്ദേഹത്തിൻ്റെ വരണം. ഈ ഒരു ആഗ്രഹം വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണോ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ആ പേര് ഫോണിൻ്റെ കോണ്ടാക്റ്റ് തുറന്ന് ഒരു 5 മിനിറ്റ് നോക്കുക, സശബ്ദം നോക്കുക. ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയും നോക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക. ഗ്രീൻ പേപ്പർ എടുത്തതിന് ശേഷം വെള്ള മഷിയുള്ള, അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും മേടിക്കാൻ, വെള്ള മഷിയുള്ള പെൻ എടുക്കുക. വെള്ള പേന എടുത്തതിന് ശേഷം നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് പേരാണോ അതുപോലെ തന്നെ ഈ പച്ച പേപ്പറിൽ വെള്ള പെൻ കൊണ്ട് ആ പേര് എഴുതുക. എഴുതിയതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക. ഇപ്പോൾ ജീവൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ജീവൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വശ്യകർമ്മം ചെയ്യുന്നതെങ്കിൽ, ജീവൻ ഓം ആകർഷായ ആകർഷായ സ്വഹ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക. ഇങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾ ആരുമായിട്ടാണോ പിണങ്ങിയിട്ടുള്ളത് ആ ഒരു വ്യക്തി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിങ്ങളെ തേടി വരുന്നതായി കാണുവാൻ സാധിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് ദുർചിന്ത പാടില്ല, ദുരുപയോഗം ചെയ്യാനും പാടില്ല. പ്രണയം സത്യമായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. ഇത് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. 2 or 3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ദുരുപയോഗം പാടില്ല.